കോഴിക്കോട് കൊടുവള്ളിയിൽ വിവാഹ സംഘത്തിന് നേരെ പടക്കമെറിഞ്ഞ സംഭവത്തിൽ പിടിയിലായ ആട് ഷമീറും സംഘവും കൊട്ടേഷനായി പോവുകയായിരുന്നുവെന്ന് പോലീസ്. വാഹനത്തിൽ തോക്കും വടിവാളും പന്നിപ്പടക്കവും ഉണ്ടായിരുന്നെന്നും പോലീസ് പറഞ്ഞു. വിവരങ്ങളുമായി അഭിന പി ചിറക്കൽ ചേരുന്നു. അഭിന, നിഗമനങ്ങളെല്ലാം പ്രാഥമിക നിഗമനങ്ങളാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. മറ്റെന്തൊക്കെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള നിഗമനങ്ങൾ? തീർച്ചയായും കാളിദാസ്, ഇന്നലെ തന്നെ നമുക്ക് വ്യക്തമായ ഒരു കാര്യമായിരുന്നു. അതായത് ഈ വിവാഹ സംഘങ്ങളെ ഇറക്കിയ ശേഷം ബസ് തിരികെ വരുമ്പോഴൊന്നും പ്രശ്നമുണ്ടായിരുന്നില്ല. പിന്നീട് ഈ പെട്രോൾ പമ്പിലേക്ക് ഈ ബസ് കയറ്റിയതിന് തൊട്ടു പിന്നാലെയാണ് ഈ കാറിൽ നിന്നും ആട് ഷമീറും അതുപോലെ തന്നെ കൊളവായിൽ അസീസും രണ്ടുപേരും കാറിന് വെളിയിലേക്ക് ഇറങ്ങി ഈ ഡ്രൈവറെ അസഭ്യം പറയുകയും അതുപോലെ തന്നെ ബസ്സിന്റെ ചില്ല് എറിഞ്ഞു തകർക്കുകയും അതോടൊപ്പം തന്നെ വടിവാള് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കാറിലുണ്ടായിരുന്നു എന്നുള്ളതാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ വ്യക്തമാക്കുന്ന ഒരു കാര്യം. അതിനു പുറമെ ഈ വടിവാളിന് പുറമെ ഈ കാറിനകത്ത് തോക്കുമുണ്ടായിരുന്നു എന്നുള്ളതാണ് പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്ന ഒരു കാര്യം. ഇവർ വയനാട്ടിലേക്കാണ് ഇരുവർക്കും ഒരു കൊട്ടേഷൻ ലഭിച്ചത്. ഈ കൊട്ടേഷന് പിന്നാലെ ഒരു കാർ ചേസ് ചെയ്ത് പോവുകയായിരുന്നു. ഈ കാർ ഏതാണെന്നോ അല്ലെങ്കിൽ ആ കാറിൽ ആരായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളതിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. അതേക്കുറിച്ച് പോലീസ് അന്വേഷിച്ചു വരുന്നതേ ഉള്ളൂ. ഈ കാറിലുള്ള വ്യക്തികളെ ചേസ് ചെയ്ത് പോകുന്നതിനിടെയാണ് ഈ ബസ് അവിടെ ഒരു ബ്ലോക്ക് സൃഷ്ടിക്കുന്നത്. ഇത് ഈ കൊട്ടേഷൻ സംഘത്തെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിലാക്കുകയും ഇതേ തുടർന്നാണ് ഈ ഒരു ദേശത്തിലാണ് ഈ ബസ്സിനെ ചേസ് ചെയ്തുകൊണ്ട് ബസ് ഡ്രൈവറെയും അതുപോലെ തന്നെ ക്ലീനറെയും കയറി തല്ലുകയും അതോടൊപ്പം തന്നെ ബസ് എറിഞ്ഞു പൊട്ടിക്കുകയും അതിനകത്തേക്ക് തന്നെ ഇത്തരത്തിലുള്ള ഒരു പന്നിപ്പടക്കം പോലുള്ളൊരു സ്ഫോടക വസ്തു ബസ്സിനകത്തേക്ക് എറിയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇതിൽ ഒരു വസ്തു പെട്രോൾ പമ്പിലേക്കാണ് തെറിച്ചിട്ടുള്ളത്. ഈ ഒരു പെട്രോൾ പമ്പിൽ വെച്ച് പൊട്ടാതിരുന്നത് വലിയൊരു ദുരന്തം തന്നെയാണ് ഒഴിവായത്. സമീപപ്രദേശങ്ങളിലെല്ലാം നമുക്കറിയാം, ദൃശ്യങ്ങളിലെല്ലാം തന്നെ നിരവധി ആളുകളെ നമുക്ക് ഈ ഒരു ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ മറ്റൊരു സ്ഫോടക വസ്തു പൊട്ടിത്തെറിക്കാത്തതിനാൽ വലിയൊരു അപകടം തന്നെയാണ് ഒഴിവായത് എന്ന് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ കൊട്ടേഷൻ സംഘങ്ങൾ ആരെ ചേസ് ചെയ്തുകൊണ്ടാണ് പോയത്, അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയാണ്, ഏത് കൊട്ടേഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് പോയത് തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു വ്യക്തത വരാനുണ്ട്. അതോടൊപ്പം തന്നെ ഈ സംഭവം അറിഞ്ഞതു മുതൽ പോലീസുകാർ ഈ കൊട്ടേഷൻ സംഘത്തെ ചേസ് ചെയ്യുന്നത് മുതൽ ഈ കാറിലുണ്ടായിരുന്ന സംഘങ്ങൾ ഈ വടിവാളും അതുപോലെ തന്നെ തോക്കുകളും പലയിടങ്ങളിലായി ഉപേക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വെണ്ണക്കാട്, ഇന്ന് പ്രധാനമായും വെണ്ണക്കാട് കേന്ദ്രീകരിച്ചും കൊടുവള്ളി കേന്ദ്രീകരിച്ചായിരിക്കും പോലീസ് ഇന്ന് കൂടുതലായും പരിശോധന നടത്തുക. ഈ കൊട്ടേഷൻ സംഘങ്ങൾ എവിടെയാണ് ഈ കത്തികളും അതുപോലെ തന്നെ മറ്റ് ആയുധങ്ങളെല്ലാം ഉപേക്ഷിച്ചത് എന്നുള്ളതിൽ ഒരു വ്യക്തത വരാനുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് പോലീസ് പ്രധാനമായും ഇവിടം കേന്ദ്രീകരിച്ചായിരിക്കും അന്വേഷണം ഊർജിതമാക്കുക. കഴിഞ്ഞ ദിവസം ഈ നാട്ടുകാർ ഇടപെട്ടുകൊണ്ടാണ് ആട് ഷമീറിനെയും അതുപോലെ തന്നെ കൊളവേൽ അസീസിനെയും ഉൾപ്പെടെയുള്ള ആഷിഖിനെയും ഈ 3 പേരെയും ഇന്നലെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ അറസ്റ്റ് ചെയ്യുന്നതിനിടയ്ക്ക് പോലീസുകാരെ ആക്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ 3 പോലീസുകാർക്ക് സാരമായ രീതിയിൽ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിയമ നടപടികളൊന്നും തന്നെ ഇന്നലെ നടത്താൻ സാധിച്ചിരുന്നില്ല. ഇന്നലെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു ഈ പ്രതികളും അതുപോലെ തന്നെ ഈ പരിക്കേറ്റ പോലീസുകാരും എല്ലാം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് വേണ്ട നടപടികളെല്ലാം സ്വീകരിക്കും എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നിലവിൽ ഈ ആട് ഷമീർ എന്ന് പറയുന്ന മുഹമ്മദ് ഷമീറിനും കൊളവേൽ അസീസിനും നിലവിൽ ഈ കൊടുവള്ളി പോലീസ് സ്റ്റേഷനിൽ പരാതിയുണ്ട്. അത് ലഹരി കടത്തും അതുപോലെ തന്നെ നമുക്കറിയാം ഈ താമരശ്ശേരിയിൽ നിന്ന് ഒരു വ്യാപാരിയെ ഷഫീഖിനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ ഉൾപ്പെടെ നിരവധി കേസുകളിൽ അറസ്റ്റിലായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സലീമിന്റെ വധക്കേസുമായി ബന്ധപ്പെട്ട കേസിൽ ഉൾപ്പെടെ ആട് ഷമീറിന് ബന്ധമുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കേസുകളെല്ലാം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വീണ്ടും ഈ ഒരു കൊട്ടേഷൻ സംഘം കൊടുവള്ളി കേന്ദ്രീകരിച്ച് എത്തിയിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായ ഒരു പ്ലാനിംഗ് ഉണ്ട്, അല്ലെങ്കിൽ കൃത്യമായ വീണ്ടും ഒരു കൊലപാതകത്തിലേക്ക് അല്ലെങ്കിൽ ഒരു കൊട്ടേഷൻ ഏറ്റെടുത്തുകൊണ്ടുള്ള വരവാണ് എന്നുള്ളത് തന്നെയാണ് പോലീസിന്റെ ഒരു കണ്ടെത്തലുള്ളത്. അതുകൊണ്ട് തന്നെ കൃത്യമായി ഈ കൊടുവള്ളി കേന്ദ്രീകരിച്ചായിരിക്കും ഇനി പോലീസിന്റെ അന്വേഷണം നടക്കുക. കാളിദാസ്. ശരി, അഭിന പി ചിറക്കലാണ് വിവരങ്ങൾ നൽകിയത്.